കളിക്കളത്തിലെ രാജാക്കന്മാർ തങ്ങളുടെ സിംഹാസനം തിരികെ പിടിക്കാൻ ആ മഞ്ഞക്കുപ്പായത്തിൽ ഫിലാഡൽഫിയയിൽ അവതരിച്ചു. ഹെയ്ത്തിക്കെതിരായ മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ബ്രസീൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ് പുറത്തിരിക്കുന്ന നെയ്മറിന്റെ കുറവ് ഒട്ടുമറിയാതെ വിനീഷ്യസ് ജൂനിയറും മാറ്റിയാസ് ക്യൂഞ്ഞയും ചേർന്ന് മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. എതിരാളികളുടെ പ്രതിരോധ കോട്ടകളെ നിഷ്പ്രഭമാക്കുന്ന വേഗതയും താളവും ആ കാലുകളിൽ പ്രകടമായിരുന്നു. മത്സരത്തിന്റെ 22-ാം മിനിറ്റിൽ വിനീഷ്യസിന്റെ മനോഹരമായൊരു പാസിൽ നിന്നും മാറ്റിയാസ് ക്യൂഞ്ഞ ബ്രസീലിന്റെ ആദ്യ ഗോൾ നേടി. തുടർന്ന് 35-ാം മിനിറ്റിൽ ക്യൂഞ്ഞ തന്റെ രണ്ടാമത്തെ ഗോളും വലയിലാക്കിയതോടെ ഹെയ്ത്തിയുടെ പ്രതിരോധം പൂർണ്ണമായും തകരുകയായിരുന്നു. ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങളിൽ ഇഞ്ചുറി ടൈമിൽ സാക്ഷാൽ വിനീഷ്യസ് ജൂനിയർ കൂടി ലക്ഷ്യം കണ്ടതോടെ ബ്രസീൽ മത്സരത്തിൽ തങ്ങളുടെ സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിക്കുകയായിരുന്നു. ആദ്യ മത്സരത്തിലെ സമനിലയ്ക്ക് ശേഷം പൂർവാധികം ശക്തിയോടെ ബ്രസീൽ ഈ വിജയം ആഘോഷിക്കുകയാണ്. ഈ തകർപ്പൻ ജയത്തോടെ അവർ ഗ്രൂപ്പ് സിയിൽ 1-ാം സ്ഥാനത്തേക്ക് രാജകീയമായി കുതിച്ചെത്തി. ലോകകപ്പ് പോരാട്ടത്തിൽ ഇനിയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഫുട്ബോൾ മാന്ത്രികൻ തയ്യാറാണെന്ന് ഈ മത്സരം അടിവരയിട്ട് തെളിയിക്കുന്നു. മഞ്ഞപ്പടയുടെ സുവർണ കാലഘട്ടം വീണ്ടും ഉദയം ചെയ്തിരിക്കുന്നു. മത്സരത്തിലുടനീളം ബ്രസീൽ പുറത്തെടുത്ത ടാക്ടിക്കൽ മികവ് എടുത്തു പറയേണ്ടതാണ്. മധ്യനിരയിൽ ലുക്കാസ് പക്കറ്റും ബ്രൂണോ ഗിമറസും ചേർന്ന് പന്ത് കൈവശം വെക്കുന്നതിൽ പുലർത്തിയ കൃത്യതയും ഹെയ്ത്തിയുടെ പ്രതിരോധത്തെ തുടർച്ചയായി സമ്മർദ്ദത്തിലാക്കി. വിനീഷ്യസ് ജൂനിയർ വിങ്ങുകളിൽ നടത്തിയ മുന്നേറ്റങ്ങൾ എതിരാളികളുടെ ഡിഫൻഡർമാർക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത്. കേവലം ഗോളുകൾ നേടുക എന്നതിലുപരി പന്തിന്മേലുള്ള നിയന്ത്രണവും എതിരാളികളെ കളി പഠിപ്പിക്കുന്ന ശൈലിയും ബ്രസീലിന്റെ മടങ്ങിയ വരവ് പ്രഖ്യാപിക്കുകയാണ്. ഫിലാഡൽഫിയയിലെ മൈതാനത്ത് ബ്രസീലിയൻ കാൽപന്ത് കളിയുടെ സൗന്ദര്യം ഒരു കവിത പോലൊഴുകിയ ആദ്യ പകുതിയായിരുന്നു അത്. അതിലെ കേന്ദ്ര കഥാപാത്രമാകട്ടെ സാക്ഷാൽ വിനീഷ്യസ് ജൂനിയറും. ഹെയ്ത്തിയുടെ പ്രതിരോധത്തെ കീറിമുറിച്ച് അവൻ നടത്തിയ മുന്നേറ്റങ്ങൾ കളിയിലുടനീളം ആവേശ തിരമാലകൾ തീർത്തു. സ്കോർ ബോർഡിൽ ബ്രസീൽ 3 ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുമ്പോൾ ആ 3 ഗോളുകളിലും വിനിയുടെ മാന്ത്രിക സ്പർശം കാണാമായിരുന്നു. മത്സരത്തിന്റെ 23-ാം മിനിറ്റിൽ വിനീഷ്യസിന്റെ കാലുകളിൽ നിന്നുയർന്ന ആ തീപ്പൊരി ഷോട്ടിലൂടെയാണ് ആവേശത്തിന്റെ തുടക്കം. ഗോൾ വലയം ലക്ഷ്യമാക്കി അവൻ തൊടുത്തുവിട്ട ആ ബുള്ളറ്റ് ഷോട്ട് ഹെയ്ത്തി ഗോൾ കീപ്പർ പണിപ്പെട്ട് തട്ടിയകറ്റിയെങ്കിലും അവിടെ കാത്തുനിന്ന മാറ്റിയാസ് ക്യൂഞ്ഞ റീബൗണ്ടിലൂടെ പന്ത് വലയിലാക്കി. സ്കോർ ഷീറ്റിൽ പേര് ക്യൂഞ്ഞയുടേതാണെങ്കിലും ആ ഗോളിന്റെ പൂർണ്ണാവകാശി വിനിയുടെ ആ മാന്ത്രിക മുന്നേറ്റം തന്നെയായിരുന്നു. അധികം വൈകാതെ 36-ാം മിനിറ്റിൽ ആ കൂട്ടുകെട്ട് വീണ്ടും മായാജാലമായി കണ്ടു. ഇത്തവണ വിനീഷ്യസ് നൽകിയ അതിമനോഹരമായൊരു പാസിൽ നിന്ന് ക്യൂഞ്ഞ തന്റെ 2ാമത്തെ ഗോളും സ്വന്തമാക്കി. ഒരു തികഞ്ഞ പ്ലേമേക്കറായി വിനി കളം വാഴുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. എന്നാൽ ആദ്യ പകുതിയുടെ ക്ലൈമാക്സ് ഇതിലും മനോഹരമായിരുന്നു. ഇഞ്ചുറി ടീമിന്റെ അവസാന മിനിറ്റുകളിൽ ഹെയ്ത്തിയുടെ പ്രതിരോധ നിരയെ കാഴ്ചക്കാരനാക്കി വിനീഷ്യസ് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പന്തുമായി കുതിച്ചു. പ്രതിരോധ ഭടന്മാരെ കബളിപ്പിച്ചുകൊണ്ട് തന്റെ മിന്നൽ വേഗതയും ഡ്രിബ്ലിംഗ് മികവും ഉപയോഗിച്ച് അവൻ നേടിയ ആ ഗംഭീര ഗോൾ ബ്രസീലിയൻ ഫുട്ബോളിന്റെ തനത് സൗന്ദര്യം വിളിച്ചോതുന്നതായിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അതിമനോഹരമായൊരു ഗോളും അതിശയിപ്പിക്കുന്ന ഒരു അസിസ്റ്റുമായി മൈതാനത്ത് വിനീഷ്യസ് എന്ന ഇതിഹാസം കൂടുതൽ തിളങ്ങുകയായിരുന്നു. എതിരാളികൾക്ക് ഒരവസരവും നൽകാതെ ആക്രമണത്തിന്റെ സർവവും തന്നിലേറ്റെടുത്ത വിനിയുടെ ഈ പ്രകടനം ആരാധകർ കാലാകാലം ഓർത്തു നിൽക്കും. ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു നാമമാണ് ക്യൂഞ്ഞയുടേത്. 2026-ലെ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ മൊറോക്കോയുമായി സമനില വഴങ്ങിയപ്പോൾ വലിയ സമ്മർദ്ദവും പേറിയാണ് ബ്രസീൽ ഇന്ന് ഹെയ്ത്തിക്കെതിരെ കളത്തിലിറങ്ങിയത്. എന്നാൽ ഫിലാഡൽഫിയയിലെ ഈ മൈതാനത്ത് ഇന്ന് ഉദയം ചെയ്തത് ബ്രസീലിന്റെ പുതിയൊരു നായകനായിരുന്നു, മാറ്റിയാസ് ക്യൂഞ്ഞ. ആ മഞ്ഞക്കുപ്പായക്കാരുടെ പ്രതീക്ഷകളുടെ ഭാരം മുഴുവൻ തൻ്റെ ചുമലിലേറ്റിയ ഒരു പോരാളിയുടെ കാവ്യാത്മകമായ പ്രകടനത്തിനാണ് ഇന്ന് കാൽപന്ത് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. മത്സരം തുടങ്ങി 22-ാം മിനിറ്റിൽ തന്നെ ഹെയ്ത്തിയുടെ പ്രതിരോധ കോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ട് ക്യൂഞ്ഞ തൻ്റെ ആദ്യ പ്രഹരമേൽപ്പിച്ചു. അതിമനോഹരമായ ഒരു കാവ്യം പോലെ ആ പന്ത് വലയിലെത്തുമ്പോൾ ബ്രസീലിയൻ ആരാധകരുടെ സിരകളിൽ ആവേശത്തിന്റെ തിരമാലകൾ അലയടിക്കുകയായിരുന്നു. ഹെയ്ത്തിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിരോധത്തെ കീറിമുറിച്ചുകൊണ്ട് ആ ഗോൾ പിറന്നു. ലോകകപ്പിലേക്കുള്ള ബ്രസീലിന്റെ ശക്തമായ തിരിച്ചുവരവിന്റെ കാഹളമായിരുന്നു ഈ ഗോളുകൾ.
എന്നാൽ ആദ്യ ഗോളിന്റെ ആ ആവേശം കെട്ടടങ്ങും മുമ്പ് 35-ാം മിനിറ്റിൽ വീണ്ടും ക്യൂഞ്ഞയുടെ കാലുകൾ ഇന്ദ്രജാലം തീർത്തു. മൈതാനത്ത് ഒരു ചിത്രകാരനെ പോലെ ആ വരച്ചിട്ട ആ രണ്ടാമത്തെ ഗോളോടെ ബ്രസീൽ മത്സരത്തിൽ പൂർണ്ണമായും ആധിപത്യമുറപ്പിച്ചു. ഓരോ ചുവടിലും ആത്മവിശ്വാസം തുളുമ്പിയ ക്യൂഞ്ഞ തൻ്റെ ടീമിന് പകർന്നു നൽകിയ ഊർജം അവിസ്മരണീയമാണ്. മത്സരം ആദ്യ പകുതി പിന്നിടുമ്പോൾ ക്യൂഞ്ഞയുടെ ഇരട്ട ഗോളുകളുടെ പിൻബലത്തിൽ ബ്രസീൽ 2-0 എന്ന നിലയിൽ സുരക്ഷിതമായി മുൻതൂക്കം നേടിയിരുന്നതാണ്. പിന്നീട് വിനീഷ്യസ് കൂടെ ഗോൾ സ്കോർ ചെയ്തതോടെ ആദ്യ പകുതിയിൽ 3-0. പക്ഷേ ഈ മത്സരത്തിൽ ബ്രസീലിയൻ സൂപ്പർ താരം റാഫീഞ്ഞയ്ക്ക് പരിക്കേറ്റത് ഫുട്ബോൾ ലോകത്തിന് വലിയ നിരാശയാണ് സമ്മാനിച്ചത്. മത്സരത്തിന്റെ തുടക്കം മുതൽ വളരെ മികച്ച ഫോമിലായിരുന്നു റാഫീഞ്ഞ കളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ വേഗതയും മുന്നേറ്റങ്ങളും ഹെയ്ത്തി പ്രതിരോധത്തിന് നിരന്തരം ഭീഷണി ഉയർത്തിയിരുന്നു. എന്നാൽ കളിയുടെ 39-ാം മിനിറ്റിൽ അപ്രതീക്ഷിതമായി പരിക്കേറ്റ് അദ്ദേഹത്തിന് മൈതാനം വിടേണ്ടി വന്നത് സങ്കടകരമായ ഒരു കാഴ്ചയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന് പകരം റയാനെയാണ് കോച്ച് കളത്തിലിറക്കിയത്. റാഫീഞ്ഞയുടെ പരിക്ക് ബ്രസീൽ ടീമിനും ലോകമെമ്പാടുമുള്ള ആരാധകർക്കും ഇപ്പോൾ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ബ്രസീലിന്റെ മുന്നേറ്റ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിലൊരാളാണ് റാഫീഞ്ഞ. കാൽപാദങ്ങളിലെ കുമിളകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നേരത്തെ തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പല ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇത്രയും മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരം പാതി വഴിയിൽ പരിക്കേറ്റ് പുറത്തായത് ടീമിന്റെ തുടർന്നുള്ള മത്സരങ്ങളിൽ ബാധിക്കുമോ എന്ന ആശങ്ക ആരാധകർക്കിടയിലുണ്ട്. ഈ പരിക്ക് ഗുരുതരമല്ലെന്നും അദ്ദേഹം എത്രയും വേഗം പൂർണ്ണ ആരോഗ്യവാനായി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. എന്നിരുന്നാലും ബ്രസീലിന്റെ ഈ മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും.